ഗേസ് നിഹാര വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരു മീൻ കറിയാണെന്ന് വെക്കാൻ പോണത്. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം കുറച്ചെടുത്തിരണം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാൻ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റെഡിയാവും. സ്വല്പം മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മുരിയാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പുളിപ്പിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമൊന്ന് പുളി പിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് പുളിയായിട്ട് കൊടുത്താണ്. വാളംപുളിയാണ് കേട്ടോ. വാളംപുളി ഇത് ചെറുതാക്കി അരിഞ്ഞാക്കണതാണ്. ഇവിടെ വീട്ടിൽ തന്നെ ഉണക്കിയതാണ്. ചെറുതാക്കി അരിഞ്ഞ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ചെറുതാക്കി അരിഞ്ഞതാണ്. ഇതിലേക്ക് പൊടികൾ ഇടേണ്ട. അതേ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് കാശ്മീരി മുളക് പൊടി, ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇത് കളറും കിട്ടുന്നല്ല, അതാണ് കാശ്മീരി മുളക് പൊടി. പിന്നെ എരിവിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കുറച്ച് മുളക് പൊടി കൂടി ഇടുന്നത് കേട്ടോ. സെപ്പറേറ്റ് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് അത് എരിവിന് വേണ്ടിയാണ്. അതൊക്കെ കൂടി നന്നായിട്ട് മൂപ്പിച്ച് നല്ല സവാളയും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി മൂപ്പിച്ച് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വാളംപുളി നേരത്തെ വെച്ചിരുന്ന വെള്ളം, വാളംപുളി കൂടി വീണ്ടും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചൂടുവെള്ളമാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. ഇതിപ്പോൾ എല്ലാം കൂടി തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം, ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. മീൻ മുങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണമല്ലോ നമുക്ക്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഏത് മീനാണ് എടുത്താക്കണത് ആ മീൻ ഇടാം. ഞാനിപ്പോൾ എടുത്താക്കണത് ചൂര മീനാണ് എടുത്താക്കണത്. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിൻ്റെ ഞാൻ കയ്യിലും കൊണ്ടാണ് ഇതിനെ ഒഴിച്ചു കൊടുത്തിട്ട് അതല്ല. അപ്പം നമ്മൾ തുണി എടുത്തിട്ട് ഇങ്ങനെ ചിറ്റിച്ചങ്ങ് കൊടുക്കുക മൊത്തം. അപ്പോൾ എല്ലാ മീനും കൂടി അതിൻ്റെ ഗ്രേവി മുകളിലേക്ക് വന്നോളും ചുറ്റിച്ച് കൊടുക്കും നമ്മൾ. കേടാ, ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിരിക്കുള്ളൂ മീൻ കറി. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറി ആയിരിക്കുള്ളൂ. അതിൻ്റെ കളറൊക്കെ നോക്കിയേ, ഗ്രേവിയുടെ കളറൊക്കെ കണ്ട. മീനിപ്പോൾ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിരുന്നത്. നല്ല തിളച്ച് ഇത് പൊന്തി വരെ ഉണ്ടാകും. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം.